നമ്മൾ ആഫ്റ്റർ എഫക്റ്റ് ഓൺ ആയി കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു സ്ക്രീനായിരിക്കും നമുക്ക് വരിക. മുകളിൽ 2 ഓപ്ഷൻ ഉണ്ടാവും, ന്യൂ പ്രൊജക്റ്റ് പിന്നെ ഓപ്പൺ പ്രൊജക്റ്റ്. ന്യൂ പ്രൊജക്റ്റ് പറഞ്ഞാൽ പുതുതായി നമ്മൾ ചെയ്യാൻ പോകണം. ഓപ്പൺ പ്രൊജക്റ്റ് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ മുമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ റീസെൻ്റ് ആയിട്ടും കാണാൻ കഴിയും. ഓക്കെ, ഇപ്പം ഞാൻ എന്ത് ചെയ്യണം, ന്യൂ പ്രൊജക്റ്റ് പറഞ്ഞിട്ട് കൊടുക്കണം. നമുക്ക് ഇതുപോലത്തെ ഒരു സ്ക്രീനായിരിക്കും വരിക. ഇതിൽ ഈ സൈഡുള്ളത് കണ്ടോ, ഇതിനെയാണ് പ്രൊജക്റ്റ് പാനൽ എന്ന് പറയുക. ഈ സൈഡിലുള്ളതിനെയാണ് പ്രൊജക്റ്റ് പാനൽ എന്ന് പറയുക. അഥവാ ഈ സൈഡിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇമേജ് അല്ലെങ്കിൽ ഓഡിയോ വീഡിയോ ഇതൊക്കെ നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് ഇതിലേക്കായിരിക്കും ആഡ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഓരോ ലെയർ ഇങ്ങനെ വെക്കുക അറിയില്ല, അതേപോലെ ഇവിടെ ആയിരിക്കും നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഫോൾഡറിലാക്കിയിട്ടോ അല്ലെങ്കിൽ ഫയലിലാക്കിയിട്ടൊക്കെ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും. ഇതാണ് പ്രൊജക്റ്റ് പാനൽ. ഇനി ഈ സെൻറ്ററത്തെ ഇതാണ്ടല്ലേ, ഈ ബ്ലൂ ഇങ്ങനെ ഉള്ളത് കണ്ടോ, ഇതിനാണ് കോമ്പോസിഷൻ പാനൽ എന്ന് പറയാം. ഓക്കെ, ഇതിനെയാണ് കോമ്പോസിഷൻ പാനൽ. ഈ സൈഡിലുള്ള കണ്ടില്ലേ, ഇതിനെയാണ്, ഈ ഭാഗത്തുള്ളതിനെയാണ് നമുക്ക് വർക്ക് പാനൽ എന്ന് പറയാം. ഓക്കെ, അതേപോലെ തന്നെ ഈ അടിയിലുള്ളതിനെയാണ് എന്ത് പറയുക, ടൈം ലൈൻ പാനൽ എന്ന് പറയുക. ഓക്കെ, ഇതാണ് ആഫ്റ്റർ എഫക്റ്റിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്നുള്ളത്. ഇനിയിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഇതിലിപ്പോൾ ഞാൻ കോമ്പോസിഷൻ കളഞ്ഞു, ഇപ്പോൾ കോമ്പോസിഷൻ കാണാനില്ല. നമുക്ക് കോമ്പോസിഷൻ വേണമെങ്കിൽ ജസ്റ്റ് വിൻഡോസിൽ പോകുക, കോമ്പോസിഷൻ എന്നുണ്ടാവും, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യും, കോമ്പോസിഷൻ വരും. ഇനിയിപ്പോൾ പ്രൊജക്റ്റ് പാനൽ ഞാൻ ക്ലോസ് ചെയ്തു, അത് അതേപോലെ വിൻഡോസിൽ പോയി കഴിഞ്ഞാൽ പ്രൊജക്റ്റ് പാനൽ ഉണ്ടാവും, കൊടുത്തതിന് എന്ത് ചെയ്യും, അത് വരും. അപ്പോൾ ഈ രൂപത്തിലാണ് ആഫ്റ്റർ എഫക്റ്റിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്നുള്ളത്. നമുക്ക് അടുത്തതിൽ എന്ത് ചെയ്യാം, കോമ്പോസിഷൻ എങ്ങനെ ഉണ്ടാക്കുക, ഓരോ ഇമേജും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം.